ഹായ്, എല്ലാവർക്കും സ്വാഗതം. 3 വേർഡ്സ് പെർ ഡേ എ ചലഞ്ച് എന്നുള്ള വീഡിയോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്കിനി 3 വൊക്കാബുലറീസ് ഇന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ലേൺ അനദർ 3 വേർഡ്സ് ടുഡേ. ആദ്യത്തെ വേർഡാണ് അല്ലെങ്കിൽ വൊക്കാബുലറിയാണ് അബ്രോഗേറ്റ് എന്ന് പറയുന്നത്. അബ്രോഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീൽ അല്ലെങ്കിൽ അബോളിഷ് എന്നുള്ളതാണ്. അബോളിഷ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പുട്ടനെൻറ്റു അവസാനിപ്പിക്കുക അല്ലെങ്കിൽ റിപ്പീൽ എന്ന് പറഞ്ഞാൽ റദ്ദാക്കുക എന്നൊക്കെയാണ്. എസ്പെഷ്യലി ഇത് ഉപയോഗിക്കുന്നത് നിയമപരമായിട്ടുള്ളൊരു മാറ്ററൊക്കെ സംസാരിക്കുമ്പോൾ അബ്രോഗേഷൻ അല്ലെങ്കിൽ അബ്രോഗേറ്റ് എന്നൊക്കെ പറയുന്നത്. റിപ്പീൽ എ ലോ അല്ലെങ്കിൽ അബോളിഷ് എ ലോ, ഒരു നിയമം ഇല്ലാതാക്കുക അല്ലെങ്കിൽ റദ്ദാക്കുക, ഉള്ളൊരു നിയമം റദ്ദാക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക, നിർത്തുക എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന ഒരു ടേമാണ് അബ്രോഗേറ്റ് എന്ന് പറയുന്നത്. മറ്റൊരു അതർ ഫോംസ് ആണ് അബ്രോഗേഷൻ, നൗണായിട്ടാണ് ഉപയോഗിക്കുന്നത്. റിപ്പീൽ അല്ലെങ്കിൽ അബ്രോഗേറ്റ് എന്നുള്ളത് വേർബാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് സെന്റൻസ് മേക്കിംഗ് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് എ പ്രൊപ്പോസൽ ടു അബ്രോഗേറ്റ് ദ റൈറ്റ് ടു സ്ട്രൈക്ക്. അത് സമരം ചെയ്യാനുള്ള അവകാശം റദ്ദാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു പ്രൊപ്പോസലായിരുന്നു എന്ന് ആണ് അതിൻ്റെ അർത്ഥം. അബ്രോഗേറ്റ് ദ റൈറ്റ് ടു സ്ട്രൈക്ക്, സമരം ചെയ്യാനുള്ള അവകാശത്തെ റദ്ദാക്കുക, ഇല്ലാതാക്കുക. റൈറ്റ് ടു സ്ട്രൈക്ക് എന്നുള്ളൊരു നിയമം ഉണ്ടായിരിക്കും, ആ നിയമത്തെ ഇല്ലാതാക്കുക, അതിനുവേണ്ടിയുള്ള പ്രൊപ്പോസലായിരുന്നു അതെന്നുള്ളതാണ്. ദാറ്റ് ഈസ് എ പ്രൊപ്പോസൽ അല്ലെങ്കിൽ ദാറ്റ് വാസ് എ പ്രൊപ്പോസൽ എന്ന് പറയാം. ടു അബ്രോഗേറ്റ് ദ റൈറ്റ് ടു സ്ട്രൈക്ക്. ദ റൈറ്റ് ടു സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈക്ക് ചെയ്യാനുള്ള അവകാശം, സമരം ചെയ്യാനുള്ള അവകാശം, അതിനെ റദ്ദാക്കാൻ വേണ്ടിയുള്ളൊരു പ്രൊപ്പോസലായിരുന്നു അതെന്ന്. രണ്ടാമത്തെ സെന്റൻസ്, ഹി അബ്രോഗേറ്റ്സ് ഹിസ് ഡ്യൂട്ടി ടു അപ്ഹോൾഡ് ലോ ആൻഡ് ഓർഡർ. അതായത് ലോ ആൻഡ് ഓർഡർ കാത്തു സൂക്ഷിക്കുക എന്നുള്ള അവൻ്റെ ഡ്യൂട്ടിയെ അവൻ മറക്കുന്ന അല്ലെങ്കിൽ റദ്ദാക്കുന്ന രീതിയിൽ, റദ്ദാക്കാൻ അതിനെ മറന്ന് പ്രവർത്തിക്കുന്ന രീതിയിലുള്ളൊരു സമീപനമായിരുന്നു. ഹി അബ്രോഗേറ്റ്സ് ഹിസ് ഡ്യൂട്ടി, ഹി റിപ്പീൽഡ്, അബോളിഷ് ഹിസ് ഡ്യൂട്ടി. ഡ്യൂട്ടി ഒഴിവാക്കി, ലോ ആൻഡ് ഓർഡർ കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്, ഉയർത്തിപ്പിടിക്കുക എന്നുള്ള ഡ്യൂട്ടി യിൽ നിന്നും അവൻ സ്വയം അവനെ ഒഴിവാക്കി അല്ലെങ്കിൽ അത് ചെയ്യാതിരുന്നു എന്നുള്ളതാണ്. ഹി അബ്രോഗേറ്റ്സ് ഹിസ് ഡ്യൂട്ടി, ഹി അബോളിഷ് ഹിസ് ഡ്യൂട്ടി. ദ ഗവൺമെന്റ് ഈസ് അബ്രോഗേറ്റിംഗ് ഹിസ് ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ഹിസ് സിറ്റിസൺസ്. ഗവൺമെന്റ് അതിന്റെ പൗരന്മാരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാകുകയാണ്. ദ ഗവൺമെന്റ് ഈസ് അബ്രോഗേറ്റിംഗ് ഹിസ് ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ഇറ്റ്സ് സിറ്റിസൺസ്. അബ്രോഗേറ്റ് ഇറ്റ്സ് ഡ്യൂട്ടി, ആ ഡ്യൂട്ടിയിൽ നിന്ന് പിന്മാറുക അല്ലെങ്കിൽ ആ ഡ്യൂട്ടിയെ റദ്ദാക്കുക. അതൊരു നിയമപരമായിട്ടുള്ളൊരു സ്റ്റാൻഡ് ആണെങ്കിൽ അതിനെ റദ്ദാക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് പിൻവാങ്ങുക. അത് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ആയിരിക്കും. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് അങ്ങനെ നമുക്ക് തോന്നാം. സിറ്റിസൺസിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അതിന്റെ ഡ്യൂട്ടിയിൽ നിന്നും അത് പിന്മാറുന്ന എന്നുള്ളൊരു സമീപനം നമുക്ക് തോന്നിയേക്കാം. അതാണ് ഗവൺമെന്റ് ഈസ് അബ്രോഗേറ്റിംഗ് ഹിസ് ഡ്യൂട്ടി, അബ്രോഗേറ്റ്സ് ഹിസ് ഡ്യൂട്ടി, അബ്രോഗേറ്റ് ദ റൈറ്റ് ടു സ്ട്രൈക്ക്, റിപ്പീൽ എ ലോ. ഇപ്പം കേന്ദ്രം കാശ്മീരിന്റെ 370 എടുത്തു പറഞ്ഞപ്പോൾ വി ക്യാൻ സേ അബ്രോഗേറ്റിംഗ് 370. ദ സെൻട്രൽ ഗവൺമെന്റ് അബ്രോഗേറ്റ്സ് 370 ഇൻ കാശ്മീർ എന്നൊക്കെ പറയാൻ പറ്റും. ആ നിയമം എടുത്തു കളഞ്ഞു, റദ്ദാക്കി. അതാണ് അബ്രോഗേറ്റ് എന്ന് പറയുന്നത്. അതിന്റെ മറ്റൊരു ഫോമാണ് അബ്രോഗേഷൻ എന്ന് പറയുന്നത്. ദ അബ്രോഗേഷൻ ഓഫ് ഹിസ് ഡ്യൂട്ടി, ദ അബ്രോഗേഷൻ ഓഫ് ഗവൺമെന്റ്സ് ഡ്യൂട്ടി, ദ അബ്രോഗേഷൻ ഓഫ് ദ ലോ, ദ അബ്രോഗേഷൻ ഓഫ് ആർട്ടിക്കിൾ 370 എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. രണ്ടാമത്തെ വൊക്കാബുലറിയാണ് അബ്രപ്റ്റ് എന്ന് പറയുന്നത്. അബ്രപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന്, സഡൻ, ഹേസ്റ്റി. നമുക്ക് ഹേസ്റ്റ് എന്നറിയാം, ഹേസ്റ്റ് ധൃതി പിടിച്ചു പോവുക. അപ്പൊ ഹേസ്റ്റി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ധൃതി പിടിച്ച്. സഡൻ, ഹേസ്റ്റി. അബ്രപ്റ്റ് എൻഡ്, പെട്ടെന്ന് അവസാനിപ്പിക്കുക അല്ലെങ്കിൽ അവസാനിക്കുക, അതിനാണ് അബ്രപ്റ്റ് എന്ന് പറയുന്നത്. അതിന് അബ്രപ്റ്റ് എൻഡ്. പിന്നെ മാനേഴ്സിനെ കുറിച്ചൊക്കെ, ഒരാളുടെ സമീപനത്തെക്കുറിച്ചും അല്ലെങ്കിൽ പെരുമാറ്റത്തെക്കുറിച്ചും അല്ലെങ്കിൽ കോർട്ട് എന്ന് പറയാം. അബ്രപ്റ്റ് മാനർ, വളരെ മോശമായിട്ടുള്ള ഒരു സമീപനം അല്ലെങ്കിൽ മാനർ, പെരുമാറ്റം എന്നൊക്കെ പറഞ്ഞാൽ കോർട്ട്. മറ്റു ഫോംസ് ആണ് അബ്രപ്റ്റ്ലി അല്ലെങ്കിൽ അബ്രപ്റ്റ്നെസ് എന്നൊക്കെ പറയുന്നത്. സെന്റൻസിലെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഐ വാസ് സർപ്രൈസ്ഡ് ബൈ ഹിസ് അബ്രപ്റ്റ് അറൈവൽ. അബ്രപ്റ്റ് അറൈവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള അവന്റെ വരവിൽ ഞാൻ അതിശയിച്ചു പോയി. ഐ വാസ് സർപ്രൈസ്ഡ് ബൈ ഹിസ് അബ്രപ്റ്റ് അറൈവൽ. ഐ വാസ് നോട്ട് എക്സ്പെക്ടിങ് ദാറ്റ്. ഞാൻ അത് പ്രതീക്ഷിക്കുന്നതായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതിശയിച്ചു പോയി എന്നുള്ളതാണ്. യു വർ റാദർ അബ്രപ്റ്റ് വിത്ത് ദാറ്റ് യങ് മാൻ. ഇവിടെ മാനേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ആ
പിന്നെ യുവാവിനോട് നിന്റെ പെരുമാറ്റം വളരെ മോശമായിരുന്നു. അബ്രപ്റ്റ് മാനേഴ്സ്. കോട്ട്, CORT, കോട്ട്. The government brought that program to an abrupt end. ഗവൺമെന്റ് ആ ഒരു പ്രോഗ്രാം പെട്ടെന്ന് തന്നെ നിർത്തലാക്കി. അബ്രപ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, സഡൻ, ഹേസ്റ്റി എന്നൊക്കെയുള്ള അർത്ഥം വരുന്നതാണ്. ക്വിക്ലി, സഡൻലി, അതാണ് അബ്രപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആണ് ഐ വാസ് സർപ്രൈസ്ഡ് ബൈ ഹിസ് അബ്രപ്റ്റ് അറൈവൽ. അബ്രപ്റ്റ് അറൈവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള വരവ്, അബ്രപ്റ്റ്, സഡൻ അറൈവൽ. ആൻഡ് രണ്ടാമത്തെ സെന്റൻസിൽ പറയുന്ന മാനേഴ്സ് വളരെ മോശമായി എന്നുള്ള അർത്ഥം വരുന്നതാണ്. യു വർ റാദർ അബ്രപ്റ്റ് വിത്ത് ദാറ്റ് യങ് മാൻ. ദ ഗവൺമെന്റ് ബ്രോട്ട് ദാറ്റ് പ്രോഗ്രാം ടു an abrupt end. പെട്ടെന്ന് അത് അവസാനിപ്പിച്ചു അല്ലെങ്കിൽ നിർത്തലാക്കി എന്നൊക്കെയുള്ളൊരു അർത്ഥം വരുന്നതാണ്. മൂന്നാമത്തേന് അബ്സ്കോണ്ട്. അബ്സ്കോണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം പൊതുവെ. അബ്സ്കോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിവിൽ പോവുക, ഒളിച്ചോടുക എന്നൊക്കെയുള്ളതാണ്. അതും പിന്നെ നിയമപരമായിട്ട് ഇപ്പൊ ഏതെങ്കിലുമൊക്കെ അറസ്റ്റ് ഫയന്നിട്ട് ഒരു വ്യക്തി ഒളിവിൽ പോകുന്നതിനാണ് അബ്സ്കോണ്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഡിപ്പാർട്ട് ഹറീഡ്ലി ആൻഡ് ഫർട്ടീവ്ലി. ഒളിച്ചു പോവുക, പെട്ടെന്ന് ധൃതി പിടിച്ച് ഡിപ്പാർട്ട് ചെയ്യുക. അത് അബ്സ്കോണ്ട് എപ്പോഴും ഒരു ക്രിമിനൽ, ഒരു കുറ്റകൃത്യം ചെയ്തൊരു വ്യക്തിയായിരിക്കും അബ്സ്കോണ്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിടിക്കപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ചെയ്യുന്ന പ്രവർത്തനം അബ്സ്കോണ്ട് ചെയ്യുക എന്ന് പറയുന്നത്. എസ്പെഷ്യലി ടു അവോയ്ഡ് അറസ്റ്റ് ഫയന്ന് ഒളിവിൽ പോവുക, അല്ലെങ്കിൽ ഒളിച്ചോടുക, മറഞ്ഞിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു അർത്ഥം വരുന്ന ഒരു വാക്കാണ് അബ്സ്കോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിന്റെ സെന്റൻസ് മേക്കിങ്ങിൽ നമുക്ക് ദ കാഷ്യർ അബ്സ്കോണ്ടഡ് വിത്ത് എ വീക്സ് ടേക്കിങ്സ്. ഒരു ആഴ്ചത്തെ കളക്ഷൻ കൊണ്ട് കാഷ്യർ കടന്നു കളഞ്ഞു. അബ്സ്കോണ്ടഡ്, ഒളിവിൽ പോയി. പിടിക്കപ്പെടുമെന്നുള്ള ബോധ്യമുണ്ട്, അതുകൊണ്ട് ഒളിവിൽ പോയി. ഒരാഴ്ചത്തെ കളക്ഷൻ കൈ കിട്ടി, അതുകൊണ്ട് കടന്നു കളഞ്ഞു. ദ കാഷ്യർ അബ്സ്കോണ്ടഡ് വിത്ത് എ വീക്സ് ടേക്കിംഗ്. ദ ക്രിമിനൽ ഈസ് അബ്സ്കോണ്ടിങ് ആഫ്റ്റർ കമ്മിറ്റിംഗ് ദ ക്രൈം എന്നുള്ളതാണ് ഇതിന്റെ, അതായത് കുറ്റം ചെയ്തതിന് ശേഷം ക്രിമിനൽ ഒളിവിൽ പോയി എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. അപ്പം 3 വാക്കുകൾ: അബ്രോഗേറ്റ്, അബ്രപ്റ്റ്, അബ്സ്കോണ്ട്. അബ്രോഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റദ്ദാക്കുക, ഇല്ലാതാക്കുക, നിയമം, എസ്പെഷ്യലി ലോ. അബ്രപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന്, ഹേസ്റ്റി ആയിട്ട്. അബ്സ്കോണ്ട് എന്ന് പറഞ്ഞാൽ ഒളിവിൽ പോവുക. അപ്പൊ ഇന്നത്തെ 3 വാക്കുകൾ ഇതാണ്. തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത 3 വൊക്കാബുലറീസുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.